ഒരു 9-9:30 ആയപ്പോൾ പാറുവിൻ്റെ ഒരു കോള്, ഡേ നമുക്ക് പുറത്ത് പോയി കഴിച്ചാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിൻ്റെയും വാരിപ്പറക്കി സ്കൂട്ടർ കെട്ടി യാത്ര തുടങ്ങി. ഈ പെണ്ണ് എൻ്റെ കൂടെ ആട്ടോ വരുന്നത്. പാറുവിൻ്റെ സ്കൂട്ടറിൽ ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് നിന്ന് സ്റ്റോപ്പ് ചെയ്തു, പാറുവിനെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതാ പുറകെ വെച്ച് പിടിച്ച് വരുന്നുണ്ട്. കുറച്ച് സ്പീഡിൽ വാടിയെന്ന് പറഞ്ഞിട്ട് പറന്നുകൊണ്ട് വരുവാന്ന് പറഞ്ഞതാ, ഇഴഞ്ഞിഴഞ്ഞാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ. അങ്ങനെ കുറച്ച് നേരം ആലോചനയിലാണ്. അങ്ങനെ ലാസ്റ്റ് തീരുമാനമായി പള്ളിമുക്കിലെ അൽഹയാത്തിലോട്ട് പോയാലൊന്ന്. കുറച്ച് സ്ഥലം കിട്ടി, അവിടെ വണ്ടിയും കുത്തിക്കയറ്റി വെച്ച് ഞങ്ങൾ പിന്നെ നടന്നു. ഇടയ്ക്ക് വെച്ച് ദേവ ഇങ്ങോട്ടോ പോയി. ദേവയുടെ കൈ പിടിച്ചില്ലെങ്കിൽ പിന്നെ തീർന്നു. ദേവയ്ക്ക് എങ്ങോട്ട് പോകണമെന്ന് ഓട്ടമാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്തോട്ട് ചെന്നപ്പോൾ അവിടെയും തിരക്ക് തന്നെ. ഈ നട്ടപ്പാതിരി ആയാലും ആളും വീട്ടിൽ ഇരിക്കത്തില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരുണ്ടല്ലോ അപ്പോൾ സന്തോഷമായി. പിന്നെ ഞാനും ദീശുവും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായി വാഷ്റൂമിലോട്ട് വന്നപ്പോൾ അവൾ ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യില്ല. അവൾ ആളുകളെല്ലാം കണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു. 2 പേർക്ക് ഇരിക്കാവുന്ന സ്പേസ് മാത്രമാണ് കിട്ടിയത്. പിന്നെ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെയർ ഇട്ട് വന്നു. ദേവയ്ക്കും എങ്ങനെ ഒരു ചെയർ ഇട്ട് കൊടുത്തു. അങ്ങനെ